നേപ്പാളിൽ മുൻ ചീഫ് ജസ്റ്റിസ് സുശീല കർക്കിയുടെ നേതൃത്വത്തിൽ താത്കാലിക സർക്കാർ രൂപീകരിക്കാൻ ധാരണ. പ്രസിഡന്റ് രാംചന്ദ്ര പൌഡേൽ, സൈനിക മേധാവി അശോക് രാജ് സിഗ്ഡൽ എന്നിവരുടെ നേതൃത്വത്തിൽ നടന്ന ചർച്ചകളിലാണ് ധാരണ. ജൻസി സംഘർഷത്തിൽ ഇന്ത്യക്കാരടക്കം 51 പേർ മരിച്ചതായി നേപ്പാൾ ആരോഗ്യ മന്ത്രാലയം അറിയിച്ചു. പ്രസിഡന്റ് രാംചന്ദ്ര പൌഡലിന്റെ സാന്നിധ്യത്തിൽ സൈനിക മേധാവി അശോക് രാജ് സിഗ്ഡൽ വിവിധ ജൻസി സംഘങ്ങളുമായി നടത്തിയ ചർച്ചകളിലാണ് സുശീല കർക്കിയെ ഭരണ ചുമതല ഏൽപ്പിക്കാനുള്ള ധാരണയിലെത്തിയത്. നേപ്പാൾ ഭരണഘടനയനുസരിച്ച് സുപ്രീംകോടതി ചീഫ് ജസ്റ്റിസുമാർ വിരമിച്ച ശേഷം മറ്റ് ഭരണഘടനാ ചുമതലകൾ ഏൽക്കാനാകില്ല. ഇക്കാര്യത്തിൽ ഉൾപ്പെടെ ഇളവുകളാകാമെന്ന് പ്രസിഡന്റ് വ്യക്തമാക്കി. നേപ്പാൾ വൈദ്യുത അതോറിറ്റിയുടെ മുൻ MD കുൽമാൻ ഗിസിങ്ങിന്റേതടക്കമുള്ള പേരുകൾ ഉയർന്നു വന്നെങ്കിലും സുശീല കർക്കിക്കാണ് കൂടുതൽ പിന്തുണ. നേപ്പാളിൽ 2 ദിവസത്തെ സംഘർഷത്തിനിടെ 51 പേർ മരിച്ചതായി ആരോഗ്യ മന്ത്രാലയം സ്ഥിരീകരിച്ചു. മരിച്ചവരുടെ പോസ്റ്റ്മോർട്ടം നടപടികൾ ത്രിഭുവൻ യൂണിവേഴ്സിറ്റി ടീച്ചിംഗ് മെഡിക്കൽ കോളേജിൽ പൂർത്തിയായി. സംഘർഷത്തിൽ മരിച്ചവരിൽ ഗാസിയാബാദ് സ്വദേശി രാജേഷ് ഗോള എന്ന വീട്ടമ്മയും ഉൾപ്പെടുന്നു. പ്രക്ഷോഭകർ തീവച്ച ഹോട്ടലിൽ നിന്നും രക്ഷപ്പെടാൻ ശ്രമിക്കുന്നതിനിടെയാണ് ഇവർക്ക് ഗുരുതരമായി പരിക്കേറ്റത്. സംഘർഷത്തിനിടെ ജയിലിൽ നിന്നും രക്ഷപ്പെട്ട 12,533 തടവുകാർക്കായുള്ള തിരച്ചിൽ ഊർജിതമായി പുരോഗമിക്കുകയാണ്. 24 ഡൽഹി. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.